Mr. Saab, welcome to Lal Salam. Thank you so much. എല്ലാവരും മേജർ രവി എന്നാണ് വിളിക്കുന്നത്. അത് ഒരു ഭാഗ്യമാണ്. ശരിക്കും അങ്ങയുടെ യഥാർത്ഥ പേരെന്താണ്? എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം AK രവീന്ദ്രൻ അല്ലേ? എന്താണ് അതിൻ്റെ ഫുൾ ഫോം? AK എന്ന് പറയുമ്പോൾ പലരും പറയും AK-47 AK ആണെന്നുള്ളത്. അതല്ല, എൻ്റെ അമ്മയുടെ വീട്ടും പേരായിട്ടുള്ള ആച്ചത്ത് എന്നുള്ളതും എൻ്റെ അച്ഛൻ്റെ പേരായിട്ടുള്ള കുട്ടിശങ്കരൻ എന്നുള്ളതും രണ്ടും കൂടിയുള്ള ഷോർട്ടാണത്. ആച്ചത്ത് കുട്ടിശങ്കര രവീന്ദ്രൻ എന്നാണ് എൻ്റെ ഫുൾ പേര്. അതുകൊണ്ടാണ് AK-47 പകരം AK രവീന്ദ്രൻ എന്നായിരിക്കുന്നത്. ഞാൻ ഏത് പത്രമാണെന്ന് ഓർക്കുന്നില്ല. ആ പത്രത്തിലെ വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ പണ്ട് വായിക്കുകയുണ്ടായി. പട്ടാമ്പിയിൽ നിന്നൊരു രവീന്ദ്രൻ. അത് നിങ്ങളെക്കുറിച്ചായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് സർ, അത് നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ്റെ തുടക്കവും ആ ഒരു ന്യൂസ് സാറ് വായിച്ചതും അത് സാറ് ഓർത്തതും അത് പിന്നെ സാറ് സുരേഷ് ബാലാജിയോട് പറഞ്ഞ് അങ്ങനെയാണല്ലോ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ തന്നെയാണത്, ആ പട്ടാമ്പിയിൽ നിന്നുള്ള രവീന്ദ്രൻ. പെട്ടെന്നൊരു രവി എന്ന് പറയുന്ന മേജർ രവിയെക്കുറിച്ച് ഒരു ചെറിയ ഞാൻ പഠിക്കാൻ മിടുക്കാനായിരുന്നു. അതുകൊണ്ട് ഞാൻ 9ലും 10ലും ഞാൻ തോറ്റു. അപ്പം അതുകൊണ്ട് പിന്നെ നാട് വിട്ടിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ പോയിട്ട് സാധാരണക്കാരനായ ഒരു പട്ടാളക്കാരനായി ജോയിൻ ചെയ്ത് 3.5 വർഷത്തിനകത്ത് ഞാൻ എൻ്റെ എല്ലാ ഗ്രാജുവേഷൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ആയി ഒരു ഓഫീസർ ടെസ്റ്റിന്. പണ്ട് പഠിക്കാതിരുന്നത് അവിടെ കറക്റ്റായിട്ട് പഠിച്ചു. എല്ലാം കറക്റ്റ്. അതായത് ആർമിയിലെ ഡിസിപ്ലിൻ കൊണ്ടാണോ? ഡിസിപ്ലിനും പ്ലസ് നമുക്ക് ഒരു ഫയറും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ നമുക്ക് ജീവിതത്തിൽ എൻ്റെ അമ്മ, ഞാൻ തോറ്റു വന്നിരുന്ന സമയത്ത് പലപ്പോഴും അമ്മ ഇരുന്ന് കരയാറുണ്ടായിരുന്നു. അമ്മയില്ല, പക്ഷേ എങ്കിലും അമ്മമാരെന്നും there is an inspiration. So that was the fire which I caught it. 3.5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയും കഴിഞ്ഞു, BA ഫസ്റ്റ് ഇയറും കഴിഞ്ഞു, ഓഫീസർ ടെസ്റ്റ് എഴുതി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ജോയിൻ ചെയ്യുന്നു, 4 കൊല്ലം അവിടെ ട്രെയിനിങ് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു ഓഫീസറായിട്ട് 85-ൽ പാസ് ഔട്ടായി, സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്. പിന്നെ 3 വർഷത്തിനകത്ത് ഒരു ക്യാപ്റ്റനായിരിക്കുന്ന സമയത്താണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലേക്കുള്ള വിളി വരുന്നതും. അവിടെ പോയിട്ട് ഐ ടോപ്പ് ദ കോഴ്സ് ഔട്ട് ഓഫ് ദിസ് 265 സോൾജേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നതിൽ ഞാൻ അതിൽ ടോപ്പ് ചെയ്തിട്ട് ഒരു ടോപ്പ് കമാൻഡറായി. ദെൻ ആ 4 വർഷത്തിൽ നടന്ന സംഭവപരമായിട്ടുള്ള പല കാര്യങ്ങളുമായിരുന്നു നമ്മൾ സിനിമയിൽ കൂടെ വന്നത്. അതിലാദ്യം എനിക്ക് ഗാലറി മെഡൽ കിട്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു സാർ ചെയ്തിട്ടുള്ള മേജർ മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ. റിയൽ ലൈഫിൽ ഞാൻ ചെയ്ത ആ ഓപ്പറേഷൻ ആയിരുന്നു സാർ അത് ചെയ്ത്. അന്ന് അവിടെ മരിച്ചു പോയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം. ഞാൻ അദ്ദേഹത്തെ ആദ്യം ഫുൾ യൂണിഫോം കാണുമ്പോൾ കുറച്ച് ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാണ്, ഒരു സൈഡ് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ മെഡൽ കാരണമാണ്. അത്രയും മെഡലുണ്ട്. അപ്പോൾ ഈസ് എ ട്രൂ സോൾജിയർ, ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഭയങ്കര ദേഷ്യക്കാരനാണ്, പക്ഷേ നമ്മളോട് ചേർന്ന ശേഷം ദേഷ്യം കുറച്ച്. കാര്യം നമ്മൾ പറയുന്ന ഓഫീസേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറയും, സാറേ ഇയാൾ ഞങ്ങളൊക്കെ വിറയ്ക്കുമായിരുന്നു, അത്ര സ്ട്രിക്റ്റ് ഓഫീസറായിരുന്നു. കാര്യം അങ്ങനെ ആകണം, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതും ആ സിനിമയിലും കാണാം. ഐ റെസ്പെക്ട് ഹിം ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ഡയറക്ടർ, ആസ് എ സോൾജിയർ, ആസ് മൈ ബ്രദർ, എല്ലാം.